ഭഗവാൻ ഒന്നും തരാതിരുന്നതും അനുഗ്രഹം, ഇനി തന്നാൽ അതും അനുഗ്രഹം. ഇതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടം ചെയ്യുന്ന ഗുരു, ഇഷ്ടം ചെയ്യുന്ന ഭഗവാൻ ഒക്കെ പ്രിയം ചെയ്യുന്നവരെ വേണ്ടത്. നമ്മുടെ ബാല്യക്കാരന്മാരാവേണ്ടത് അവരല്ലേ. മഹാത്മാക്കളുടെ അടുത്ത് പോകണമെന്ന് ആൾക്കാർ, മഹാത്മാക്കളുടെ അടുത്ത് പോകണത് ഇങ്ങനെ ഓരോ കാര്യസാധ്യത്തിനാണ്. അവരോടുള്ള സ്നേഹം കൊണ്ടോ ഭക്തി കൊണ്ടോ അവരെ മനസ്സിലാക്കാനോ ആത്മീയമായിട്ടുള്ളതായ പ്രയോജനത്തിനല്ല. അത് വളരെ അപൂർവം വിരലെണ്ണാവുന്ന 1000-ൽ ഒരാളെങ്ങനെ വന്നാലായി. ആകാശത്തിലെ മേഘങ്ങൾക്ക് ഒരിടത്ത് നിൽക്കാനോ നിന്ന് പെയ്യാനോ പെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഓടാനല്ലേ പറ്റുള്ളൂ. മേഘങ്ങളെ പോലെയുള്ളൂ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം. ഈശ്വരനാണ് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതും കാലസ്വരൂപനാവുന്ന ഭഗവാനാണ് എല്ലാവരെയും വേർപെടുത്തുന്നതും. നൂലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയ ആ വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് നൂലില്ലാത്തത്? എല്ലായിടത്തും നൂലല്ലേ. ഇതുമാതിരി എന്നെ കൊണ്ടുണ്ടായ ഈ പ്രപഞ്ചത്തിൽ ഏതിലാണ് ഞാനില്ലാത്തത്? മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തും മുകളിലും താഴ്ത്തും എല്ലാം ഭഗവാൻ. എന്നെ വിട്ടിട്ട് ഒരു പദാർത്ഥം ഇവിടെ നിലനിൽക്കണില്ല. ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിരൂപേണ വർത്തിക്കുന്ന ആ ബോധസ്വരൂപൻ.